ഇന്നങ്ങനെ ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം ഞാൻ ഓൺ വോയിസ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ വെച്ച് നിർത്തേണ്ടി വന്നു. പഴനിക്ക് പോവുകയാണെന്നാണ് കേട്ടോ പറയണതൊക്കെ. അപ്പോൾ അമ്മയും ചേച്ചിയും ഏട്ടനും കുട്ടികളും എല്ലാവരും ഉണ്ട്, ഞങ്ങളും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ട്രെയിനിനാണ് പോണത് കേട്ടോ. അപ്പോൾ വീട്ടിൽ ഞങ്ങളെല്ലാവരും ഒരുങ്ങി റെഡിയായി ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോയ്ക്ക് കാത്തിട്ടിരിക്കുകയാണ്. ഇനി വരുമ്പോൾ ഇത് പഴനി വട്ടയാണെന്നാണ് കേട്ടോ പറയണത്. ചെരുപ്പിട്ടിട്ടില്ല കുട്ടിയുടെ ചെരുപ്പ് നല്ല ടൈറ്റായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് അവനൊരു ചെരുപ്പും കൂടി വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെരുപ്പിടാതെ കേട്ടോ അവനെ കൊണ്ടുപോയത്. ഓട്ടോ വന്നു, ഞങ്ങളെല്ലാവരും ഓട്ടോയിൽ കയറി. ഇനി കൂറ്റനാട് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പട്ടാമ്പിക്ക് ബസ് കയറി, അവിടെ നിന്ന് പട്ടാമ്പിയിൽ നിന്ന് പാലക്കാടേക്ക് ട്രെയിൻ കയറി അങ്ങനെ പോകാമെന്നാണ് നമ്മുടെ പ്ലാനിങ്. 12:30-ക്കാണ് പട്ടാമ്പിയിൽ നിന്ന് ട്രെയിൻ പാലക്കാട്ടേക്ക് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മൾ ആ സമയമൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. 10:45 11 മണിയാകുമ്പോഴത്തേനും നമ്മൾ പട്ടാമ്പി എത്തി. അപ്പോൾ അവിടെ നോക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുമ്പോഴത്തേനും കുറച്ചും കൂടി സമയമായി. കാരണം ഉണ്ണിക്കൊരു ചെരുപ്പ് പട്ടാമ്പിയിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ അതൊന്ന് തിരയാനും എടുക്കാനൊക്കെ ഇരുന്നപ്പോൾ ഒരു ഇത്തിരിയും കൂടി നേരം വൈകി. പിന്നെ ഞങ്ങൾ ചെരുപ്പൊക്കെ വാങ്ങി നേരെ ഒരു ഓട്ടോ വിളിച്ചത് സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്തപ്പോഴാണ് അറിഞ്ഞത് പാലക്കാട്ടേക്ക് നമുക്കൊരു സ്പെഷ്യൽ ട്രെയിൻ ഉണ്ട് 11:45. ഇല്ലാച്ച 12:30 വരെ നമ്മളവിടെ ഇരിക്കണം. അപ്പോൾ ഇതൊന്നും കൂടി ലേറ്റാണ്. ഒരു 11:45 12 മണിൻ്റെ ആ സമയത്ത് എത്തും എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് ആ ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. നോക്കുമ്പോൾ വരേണ്ട സമയം ഇങ്ങനെ അനൗൺസ്മെൻ്റൊക്കെ ഉണ്ട്, പക്ഷെ ആളെന്നെ കാണാനില്ല. അപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. മക്കളാണെങ്കിൽ ഇതുവരെ ട്രെയിനിൽ കയറിയിട്ടില്ല. ട്രെയിൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് പട്ടാമ്പി ഹോസ്പിറ്റൽ. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ നല്ല തിരക്കാകുമ്പോൾ നമ്മളിവിടെയാണല്ലോ വന്നിരിക്കാറ്. അപ്പോൾ ട്രെയിൻ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ട്രെയിനിലൊക്കെ കയറുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെയാണ്. അവർ നല്ല സന്തോഷത്തിൽ അടിച്ചു വിളിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ ആ ഭാഗത്ത് ആരും അങ്ങനെ ഉണ്ടായിരുന്നില്ല, നമ്മൾ മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതേ അങ്ങനെ നമ്മൾ പാലക്കാട് എത്തി. പെട്ടെന്ന് തന്നെ എത്തി. ഒരുപാട് സമയമൊന്നും ആയ പോലെ തോന്നിയില്ല. നമുക്ക് ട്രെയിനിലാവുമ്പോൾ കുറച്ചും കൂടി റിലാക്സ് ചെയ്തിട്ട് ഇരിക്കാനും പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ പാലക്കാട് എത്തി. പാലക്കാട് നിന്ന് കുറച്ച് നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. കാരണം 3:30-ക്കാണ് നമുക്ക് അവിടെ നിന്ന് ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഇതേ നമ്മൾ വന്നുള്ള ട്രെയിനിൻ്റെ കപ്ലിങ് മാറ്റുന്നതൊക്കെ ഞങ്ങളന്ന് പോയി കണ്ടു. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ലായിരുന്നു. അപ്പോൾ വീഡിയോ ഒന്നും എടുത്തില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടു കപ്ലിങ് മാറ്റണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. നമുക്ക് ട്രെയിൻ വന്നിട്ട് ട്രെയിനിൽ കയറി. ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ട്രെയിൻ അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. 3 മണിയാകുമ്പോഴത്തേനും നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഡോറിൻ്റെ അവിടെയൊക്കെ ആൾക്കാർ നിൽക്കുമായിരുന്നു. പിന്നെ ഇവന്മാരാണെങ്കിൽ ഉറങ്ങുകയും ചെയ്തു. അപ്പോൾ എനിക്കങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മളങ്ങനെ കയറി. ഇത് പഴനി റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ പഴനിയിലെത്തി. വെള്ളത്തിനാണ് കൂടുതൽ ചിലവ് വന്നിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം ദാഹമായിരുന്നു. പിന്നെ നമ്മളവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് നേരെ പഴനി അമ്പലത്തിൻ്റെ അടുത്തൊരു റൂം നോക്കാൻ വേണ്ടിയിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് ഒരു ഓട്ടോയിൽ ആ ഓട്ടോ ചേട്ടൻ കറക്റ്റായിട്ട് തന്നെ കൊണ്ടുവന്നാക്കി. റൂമിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ വേണോ വേണ്ടേ ഒന്നും കൂടി ചെക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് അവസാനം നമ്മൾ ആ റൂം എടുത്തു കേട്ടോ. റൂമിൽ വന്നു നന്നായിരുന്നു, കുളിച്ച് ഫ്രഷായി. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴത്തേന് ഏകദേശം ഒരു 7 മണി 7:30 ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 8 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ കിച്ചും പാച്ചും ഭയങ്കര അലമ്പന്മാരായിരുന്നു. പാച്ചു എല്ലാവരുടെയും വികൃതി അടിക്കുന്നുണ്ടായിരുന്നു. കിച്ചു ആണെങ്കിൽ നിന്ന് കരയായിരുന്നു. അവനിങ്ങനെ വാശി പിടിച്ച് ബഹളം വെക്കുകയുണ്ടായിരുന്നു. എന്താണെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഒരിത്തിരി ചൂടും കൂടി ഉണ്ട്. ഫാൻ ഇട്ടാലും ഒരിത്തിരി ചൂടുണ്ട് അതിൻ്റെ ഉള്ളിൽ, അതാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇഡ്ഡലിയും സാമ്പാറും ചട്ടണിയും ഒക്കെ ആയിട്ട്. രാത്രി നമുക്ക് പൊതുവേ ചോറ് കിട്ടില്ലല്ലോ. ചോറ് വേണമെന്ന് ആഗ്രഹിച്ചാൽ നമുക്ക് ചോറ് കിട്ടില്ല. അപ്പം നമ്മൾ ചോറല്ല ഇഡ്ഡലിയാണ് കഴിച്ചത്. അവിടെ ഇഡ്ഡലി ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഇഡ്ഡലിയും നെയ് റോസ്റ്റും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇഡ്ഡലി ആകുമ്പോൾ കുറച്ചും കൂടി നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ഇഡ്ഡലിയാണ് കഴിച്ചത് കേട്ടോ. ഞങ്ങളെല്ലാവരും കുട്ടികൾ ശ്രേയയും പാറും ദോശയാണ് വാങ്ങിയത്. പിന്നെ പാച്ചു അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. ചാച്ചു വലിയ കുഴപ്പമുണ്ടായില്ല, ചാച്ചു കഴിച്ചു. പാച്ചുവിന് അപ്പോൾ ദോശ വേണമെന്ന് ആഗ്രഹം. അപ്പോൾ പറഞ്ഞ് നാളെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട്
അങ്ങനെ അവനെ സമാധാനിപ്പിച്ച് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരിത്തിരി നേരം അങ്ങനെ നടക്കാമെന്നൊക്കെ വിചാരിച്ചു. ശ്രേയയ്ക്കാണെങ്കിൽ സുഖമില്ല, പനിയുണ്ട്. അപ്പോൾ ശ്രേയയോട് റൂമിൽ പോയിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ശ്രേയയ്ക്ക് അത് പറ്റില്ല, നമ്മുടെ കൂടെ തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് ഒരു റൗണ്ടൊക്കെ ഒന്ന് നടക്കാനൊക്കെ പോയി. റൂമിൽ വന്നിട്ട് അങ്ങനെ കിടന്നുറങ്ങിയിട്ടോ. നല്ല ചൂടായിരുന്നു. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. നേരത്തെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് കിടന്നിട്ട് പക്ഷേ നേരത്തെ എഴുന്നേറ്റില്ല. 5 മണിക്ക് എഴുന്നേറ്റു. എന്നിട്ട് എല്ലാവരും കുളിച്ച് പുറപ്പെട്ട് റെഡിയായി വരുമ്പോഴത്തേനും സമയം 6:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 6:30 ആകുമ്പോഴത്തേന് നമ്മൾ മല കയറണം എന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ പറ്റിയില്ല. നമ്മൾ മുട്ട അടിക്കാൻ വേണ്ടി പോവാണ്. എല്ലാവരും റെഡിയായി ഇതേ ഇറങ്ങി. ഇനി നേരെ മുട്ട അടിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ നിന്ന് അങ്ങനെ നമുക്ക് ഇന്ന് കുറച്ച് കാര്യമായിട്ടുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ ചെല്ലുന്ന ടിക്കറ്റ് എടുക്കണതൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിലേക്ക് പോവാം കേട്ടോ. നമ്മൾ ഓരോരുത്തരോട് അന്വേഷിച്ച് ഇങ്ങനെ പോയിട്ട് കണ്ടുപിടിച്ചതാണ്. കുറേ സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ഈ ഒരു സ്ഥലമാണ് കണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് മുട്ട അടിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. കല്ലുക്കുട്ടിയുടെയും എൻ്റെ കിച്ചുവിൻ്റെയും മുട്ടയാണ് അടിക്കണം കേട്ടോ. ബാക്കിയുള്ളവർക്കൊക്കെ സ്കൂളൊക്കെ തുറക്കുമായില്ലേ, അപ്പം ഇനി പുതിയ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ മുട്ട അടിച്ചിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ അവർക്ക് അങ്ങനെ നേർന്നിട്ടൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ അവരെ എപ്പോൾ വേണമെങ്കിലും പോകുമ്പോൾ മുട്ട അടിക്കാമല്ലോ. ഇനി വേറൊരു അവസരത്തിൽ വരുമ്പോൾ മുട്ട അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കിച്ചുവിനെ മാത്രം മുട്ട അടിക്കാൻ വേണ്ടി സെറ്റാക്കി. ഞങ്ങളൊക്കെ കുളിച്ച് ശുദ്ധമായി വൃത്തിയായി വന്ന് മുട്ട അടിച്ച് പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മുട്ട അടിക്കണതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കല്ല് നല്ല കുട്ടിയായിട്ടിരുന്ന് കാണിച്ചു കൊടുത്ത്. പക്ഷേ നമ്മുടെ കിച്ചു ഭയങ്കര അലമ്പായിരുന്നു, നല്ല കരച്ചിലും ബഹളമായിരുന്നു കേട്ടോ. അവൻ എഴുന്നേറ്റ് ഓടുക, പിടിച്ച് കൊണ്ടുവന്ന് ഇരുത്തേണ്ട അവസ്ഥയൊക്കെ വന്നു. ഒരു വിധത്തിൽ അങ്ങനെ മുട്ട അടിച്ച് ഞങ്ങളെടുത്ത് വരവാണ്. മുട്ട അടിച്ചിട്ട് ഇനി കുളിക്കണമല്ലോ, കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. റൂമിലേക്ക് തിരിച്ച് മുട്ടടി കഴിഞ്ഞിട്ട് റൂമിലേക്ക് തിരിച്ച് വരികയാണ്. ഇനി ഇവിടെ നിന്ന് കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റിയിട്ട് അങ്ങനെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരു എന്താ പറയുക, ട്രാൻസ്ഫോർമേഷൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച ചെറിയൊരു പോർഷനാണത്. പിന്നെ നമുക്ക് ഫോൺ കൊണ്ടുപോയിട്ടില്ല വീഡിയോ എടുക്കാൻ. ഇത് നമ്മൾ തിരിച്ച് വന്നിട്ട് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ്. വീഡിയോസൊന്നും അങ്ങനെ നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതാണ്. പഴനിയുടെ ഫ്രണ്ടിൽ നിന്നിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തതാണ് കേട്ടോ. നന്നായി തന്നെ മല കയറാനൊക്കെ പറ്റി. കയറാൻ നല്ല സുഖമായിരുന്നു. പിന്നെ നമുക്ക് അങ്ങനെ നടന്നിട്ടൊക്കെ കുറച്ച് ശീലം കുറവുള്ളത് കൊണ്ടുണ്ടല്ലോ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, വിചാരിച്ച പോലെ അധികം ബുദ്ധിമുട്ടൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാതെ മലയൊക്കെ കയറാൻ പറ്റി. ഭഗവാനെ അവിടെ തൊഴാൻ പറ്റി. അടുത്ത് തന്നെ നന്നായി കണ്ടു തൊഴുതു. അതൊക്കെ തന്നെ വലിയൊരു ഭാഗ്യമല്ലേ അല്ലേ. അപ്പോൾ അതൊക്കെ നന്നായി തന്നെ നടന്നു. പിന്നെ തിരിച്ചിറങ്ങാൻ നേരം ഞങ്ങൾ ട്രെയിനിൽ ഇറങ്ങാമെന്നുള്ള പ്ലാനിങ്ങിലാണ് അങ്ങോട്ട് കയറിയത്. പക്ഷേ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേന് ട്രെയിനിലേക്കുള്ള ക്യൂ അടച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കിട്ടിയില്ല, ടിക്കറ്റ് കിട്ടിയില്ല. അപ്പം ഇനി കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യണം. ഒരു 1/2-3 മണിക്കൂറും കൂടി നമ്മളവിടെ വെയിറ്റ് ചെയ്താലേ ടിക്കറ്റിൻ്റെ കൗണ്ടർ ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ തന്നെ ഇഷ്ടംപോലെ ക്യൂ ഉള്ള കാരണം പിന്നെ അതിന് നിന്നില്ല. നമുക്ക് നടന്ന് തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ലേറ്റ് ആവല്ലേ. അപ്പോൾ നമ്മളങ്ങനെ ഇറങ്ങി. മല ഇറങ്ങിയത് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയിട്ടോ. കയറാൻ ഉണ്ടായിരുന്ന ആ ഒരു ഊർജ്ജമൊന്നും തിരിച്ചിറങ്ങാൻ ഉണ്ടായിരുന്നില്ല. മസിൽ ഭയങ്കര കാലിൻ്റെ മസിലൊക്കെ ഭയങ്കര വേദനയായിരുന്നു. ഇറങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് മാത്രമല്ല, ചേച്ചിക്കും അതെ. അപ്പോൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടി. അങ്ങനെ ഒരു വിധത്തിൽ നമ്മളങ്ങനെ ഇറങ്ങി വന്നിട്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കേണ്ടായിരുന്നു. അങ്ങനെ കളിപ്പാട്ടങ്ങളും ഒക്കെ വാങ്ങി അങ്ങനെ പോരുകയാണ് കേട്ടോ ചെയ്തത്. എന്തായാലും കയറാനും തൊഴാനും നല്ല സുഖമായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെയല്ല, നല്ല സുഖമായിട്ട് ഭഗവാനെ തൊഴാനും ഒക്കെ പറ്റി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഓട്ടോയിൽ നമ്മൾ പഴനി ബസ് സ്റ്റാൻഡിൽ വന്നു. ബസ്സിനാണ് തിരിച്ചു പോരുന്നത്. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് കുറച്ച് നേരം നമ്മളവിടെ കാത്തു നിൽക്കേണ്ടി വന്നു കേട്ടോ. ഒരു 3/4 മണിക്കൂറോളം നമ്മളവിടെ ഇരുന്നിട്ടുണ്ടാവുക. അപ്പോഴത്തേന് നമുക്ക് പാലക്കാട്ടേക്കുള്ള ബസ് വന്നു. അങ്ങനെ ബസ്സിൽ കയറിയിട്ട് പോരുകയാണ് ചെയ്തത്. തിരിച്ചുള്ള യാത്ര നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നേ. കാരണം എന്താ വെച്ചാൽ ട്രെയിനിലത്തെ ആ ഒരു സുഖം നമുക്ക് കിട്ടില്ലല്ലോ. നമുക്ക് എങ്ങനെ എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ എന്നുള്ള അങ്ങനെയൊന്നും പറ്റില്ല. കാലൊക്കെ ഇരുന്നിരുന്ന് ഒരു വഴിയായി ഉണ്ടായിരുന്നു. കാലിലൊക്കെ നീര് വരാൻ പോകുന്ന ആ ഒരു പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം ഇങ്ങനെ ഇരിക്കണ കാരണം.
പിന്നെ പാലക്കാട് എത്തിയിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. അടുത്ത ബസ്സിന് കയറിയത്. നമുക്ക് കൂറ്റനാടിക്ക് ബസ് കിട്ടണമല്ലോ. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് പൊന്നാനിക്ക് ഒരു ബസ് ഉണ്ടായിരുന്നു, അതിൽ കയറി. അത് കൂറ്റനാട് വഴി പോണ ബസ്സുണ്ടായിരുന്നത്. അപ്പോൾ അതിലാണ് നമ്മൾ പാലക്കാട് നിന്ന് ബസ് കയറിയത് കേട്ടോ. പിന്നെ അധികം ബസ്സിലിരിക്കണ കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തുള്ളൂ. എന്തായാലും ഈ ഇരിപ്പന്നല്ലേ, പ്രത്യേകിച്ചൊന്നും കാണാനോ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ഇല്ല, പറയാനൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്തിനാ കുറേ വീഡിയോസ് എടുക്കണമെന്ന് വിചാരിച്ചു. നമ്മൾ ഒരു 6:30 ആകുമ്പോഴാണ് പാലക്കാട് നിന്ന് പൊന്നാനി ബസ് വഴി നമ്മൾ കൂറ്റനാടിക്ക് കയറണത്. പിന്നെ നമ്മളിവിടെ എത്തുമ്പോഴത്തേന് ഒരു 8:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ നമ്മളെ യാത്രയൊക്കെ മുന്നോട്ട് പോയി. പ്രതീക്ഷിച്ച പോലത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല, സുഖമായിട്ട് തന്നെ. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ മല ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു ഹോട്ടലിൽ നിന്ന് നെയ് റോസ്റ്റ് കഴിച്ചു. നമ്മൾ റോസ്റ്റാണ് പറഞ്ഞത്, പക്ഷെ അവർ നെയ് റോസ്റ്റാണ് കൊണ്ടുവന്നത്. എന്തായാലും ബില്ല് കണ്ടപ്പോൾ ഞങ്ങൾ നല്ലോണം ഞെട്ടി, നന്നായി തന്നെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബസ്സിലൊക്കെ കയറി പിന്നുണ്ടല്ലോ ആ ഒരു നെയ് റോസ്റ്റ് കഴിച്ചിട്ട് വെള്ളം കുടിയെന്ന് എത്ര ബോട്ടിൽ വെള്ളം കുടിച്ചതെന്ന് ഒരു അറ്റമില്ല. പക്ഷെ ഒരു തുള്ളി വിശപ്പുണ്ടായിരുന്നില്ല കേട്ടോ. വിശപ്പ് എന്ന് പറയുന്നൊരു സാധനമേ ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയിട്ടാണ് പിന്നെ കഴിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങിയത്. വാങ്ങിക്കാനൊന്നും പോയില്ല, കാരണം ചോറും ഒരു കറി ഉണ്ടാക്കിയാൽ മീൻ വാങ്ങിച്ച് കറിയും വെച്ചാൽ സുഖമായിട്ട് ഭക്ഷണം കഴിക്കാമല്ലോ. അത് അങ്ങനെ തന്നെയാണ് ചെയ്തത് കേട്ടോ. അപ്പം നമ്മളെ അങ്ങനെ ഒരു പഴനി യാത്ര എന്നുള്ളൊരാഗ്രഹം അങ്ങനെ സാധിച്ചു. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.